തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ താൻ നടത്തിയ പരാമർശത്തിൽ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ MM മണി ഖേദം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിൽ ഖേദിക്കുന്നതായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടാണ് തന്റേതെന്നും ജനങ്ങളെ വേദനിപ്പിച്ച വാക്കുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സ്വീകരിച്ച നിലപാടാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. ആ നിലപാട് തന്നെയാണ് താനും പൂർണ്ണമായും അംഗീകരിക്കുന്നത്. ഇന്നലെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ്. സംസ്ഥാനത്ത് ഉൾപ്പെടെ ഇടതുപക്ഷ സർക്കാർ നടത്തിയ വിപുലമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊരു ജനവിധി വന്നതിൽ പ്രതികരിച്ചു പോയതാണ്. എന്നാൽ അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. തന്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അതിൽ ഖേദിക്കുന്നുവെന്നും മണി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെ വോട്ടർമാർ വേണ്ട വിധം പരിഗണിച്ചില്ല എന്ന നിരാശയാണ് തന്റെ പ്രതികരണത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പാർട്ടിയുടെ പൊതുനിലപാടിന് വിരുദ്ധമായോ അതിനെതിരായ നിലപാടോ താൻ സ്വീകരിക്കില്ല. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാട് 100% അംഗീകരിക്കുന്നുവെന്നും താൻ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നുവെന്നുമാണ് ഇപ്പോൾ തോന്നുന്നതെന്നും അദ്ദേഹം സമ്മതിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായം താൻ പൂർണ്ണമായി അംഗീകരിക്കുന്നുവെന്നും പൊതുവെ ജനവിധി ആകെ അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനവിധിയിൽ സർക്കാരിനോ പാർട്ടിക്കോ എതിരായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനും തിരുത്താനുമുള്ള തുറന്ന സമീപനമാണ് CPM-നുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. UDF സർക്കാരുകളുടെ കാലത്തെ ഭരണരീതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ ഭരണരീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഉമ്മൻചാണ്ടി, AK ആന്റണി, K കരുണാകരൻ എന്നിവർ ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും ലഭിച്ചിരുന്നില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിലെത്തിയപ്പോൾ നടപ്പിലാക്കിയതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും സർക്കാർ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ടോ എന്നും MM മണി ചോദിച്ചു. ഓരോ പൗരന്റെയും സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനപരമായ കടമയാണ്. സാമൂഹിക വീക്ഷണവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സംസ്ഥാനത്ത് വിപുലമായ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും MM മണി പറഞ്ഞു. ഭവനരഹിതർക്ക് വീട്, സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ, ഭക്ഷ്യസുരക്ഷ എന്നിവയെല്ലാം സർക്കാർ വലിയ മുന്നേറ്റം നടത്തി. സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ജനവിധി സർക്കാരിന് സഹായകരമായില്ല. എന്താണ് ഇതിന് കാരണമെന്ന് പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് ഓരോ ഘടകങ്ങളും പാർട്ടി തലത്തിൽ വിലയിരുത്തും. ജനങ്ങളുടെ ഈ വിധിയിൽ ഒരു നിലയിലും യോജിക്കാൻ കഴിയില്ല എന്നതാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയത്തും ഇടുക്കിയിലും മത്സരിച്ച ജോസ് കെ മാണി വിഭാഗത്തിനും ഈ ജനവിധി ബാധകമായത് എങ്ങനെയെന്നും പാർട്ടി പരിശോധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൊത്തത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ തേടേണ്ടതുണ്ട്. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും MM മണി കടുത്ത വിമർശനം ഉന്നയിച്ചു. VD സതീശൻ കേരളം കണ്ട ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും രാഷ്ട്രീയം വ്യക്തിപരമായി അധിക്ഷേപത്തിലേക്ക് ചുരുങ്ങുന്ന സമീപനമാണ് അദ്ദേഹത്തിന്റേതെന്നും മണി വിമർശിച്ചു. രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ താൻ തയ്യാറാണെങ്കിലും അനാവശ്യമായ വാക്പോരുകൾക്ക് സമയം കളയാനായില്ല. പ്രതിപക്ഷം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. സർക്കാരിന്റെ നല്ല കാര്യങ്ങളെ അംഗീകരിക്കാനും തെറ്റായ കാര്യങ്ങളെ ക്രിയാത്മകമായി ചൂണ്ടിക്കാണിക്കാനുമുള്ള പക്വത പ്രതിപക്ഷ നേതാവ് കാണിക്കണം. മുതിർന്ന നേതാവായ തന്റെ വാക്കുകൾ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ സ്വയം തിരുത്തലിന് തയ്യാറായ MM മണിയുടെ നിലപാട് പാർട്ടി അണികൾക്കിടയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. പാർട്ടി നിലപാടിന് വിധേയമായി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധത CPM-ലെ അച്ചടക്കത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. തന്റെ പ്രസ്താവനകളെ പാർട്ടി നേതൃത്വം തള്ളിപ്പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായം 100% അംഗീകരിക്കുന്നു. താൻ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഒരു നേതാവെന്ന നിലയിൽ കൂടുതൽ പക്വത കാണിക്കേണ്ടതുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായ തിരുത്തലുകൾക്ക് താൻ എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും പാർട്ടി പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് പരാജയം വ്യക്തിപരമായ വീഴ്ചയല്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ജനവിധിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് എല്ലാ ഘടകകക്ഷികളുമായും CPM ചർച്ച നടത്തും. ഓരോ പ്രദേശത്തും വോട്ടിംഗ് പാറ്റേൺ, സ്ഥാനാർത്ഥികളുടെ പ്രകടനം, പ്രാദേശിക വിഷയങ്ങൾ എന്നിവയെല്ലാം വിലയിരുത്തപ്പെടും. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ മെനയും. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള പുതിയ പദ്ധതികളും ആശയങ്ങളും പാർട്ടി ആവിഷ്കരിക്കും. MM മണിയുടെ ഖേദപ്രകടനം രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഒരു പ്രമുഖ നേതാവ് സ്വന്തം തെറ്റ് തിരുത്തി പാർട്ടിയുടെ
പാർട്ടിയുടെ നിലപാടിനൊപ്പം നിന്നത് CPM-ന്റെ സംഘടനാപരമായ കെട്ടുറപ്പിന്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടി തലത്തിൽ നടക്കുന്ന വിശദമായ വിലയിരുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. ജനവിധി നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് CPM നേതൃത്വം.